വൈസ് ചാൻസലർമാരടക്കം എല്ലാ നിയമനങ്ങളും സർവകലാശാലകൾക്ക് സ്വയം നടത്താവുന്ന തരത്തിലാണ് സ്വകാര്യ സർവകലാശാല കരട് ബിൽ തയ്യാറാക്കിയിരിക്കുന്നത്. UGC സർക്കാർ ചട്ടങ്ങൾ പ്രകാരമാകണം നിയമനം നടത്തേണ്ടത്. സർക്കാർ ചുമതലപ്പെടുത്തിയ വിദഗ്ധ സമിതിയുടെ പരിശോധനയ്ക്ക് ശേഷമേ സർവകലാശാലകൾക്ക് അനുമതി നൽകൂ എന്നും കരട് ബില്ലിലുണ്ട്. അതേസമയം ബില്ലിനെതിരെ ഇടത് ക്യാമ്പുകളിൽ അടക്കം വിമർശനം ഉയരുന്നുണ്ട്. സ്വകാര്യ സർവകലാശാലകളുടെ നടത്തിപ്പിൽ പരമാധികാരമില്ലെങ്കിലും ഒരു പരിധിവരെ നിയന്ത്രണം സർക്കാരിന്റെ കയ്യിലുണ്ടാകും. സർക്കാരിന് മുന്നിൽ വരുന്ന അപേക്ഷകൾ സർക്കാർ ചുമതലപ്പെടുത്തിയ 6 വിദഗ്ധ സമിതി പരിശോധിക്കും. സംസ്ഥാന സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസ വിദഗ്ധനാകും സമിതിയുടെ ചെയർമാൻ. അപേക്ഷ പരിശോധിക്കുന്ന വിദഗ്ധ സമിതി 2 മാസത്തിനകം തീരുമാനം സർക്കാരിന് സമർപ്പിക്കും. സർക്കാർ അനുമതി ലഭിച്ചാൽ തുടർ നടപടികളുമായി സർവകലാശാലകൾക്ക് മുന്നോട്ടു പോകാം. മറ്റു പൊതു സർവകലാശാലകളെപ്പോലെ എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും സ്വകാര്യ സർവകലാശാലകൾക്കുണ്ടാകുമെന്നും കരട് ബില്ലിൽ പറയുന്നു. VC-മാരുടെയും അധ്യാപകരുടെയും നിയമനം സർവകലാശാലകൾക്ക് തന്നെ നടത്താം. പക്ഷേ നിയമനവുമായി ബന്ധപ്പെട്ട എല്ലാ ചട്ടങ്ങളും പാലിക്കേണ്ടതുണ്ട്. ഭരണനിർവഹണത്തിലേക്ക് എത്തുമ്പോൾ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി മാത്രം ഗവേണിംഗ് കൗൺസിലിലെ സർക്കാർ നോമിനി എന്ന തരത്തിലായിരുന്നു ആദ്യം ബില്ലിലുണ്ടായിരുന്നത്. മറ്റു വകുപ്പുകൾക്ക് കീഴിലുള്ള സർവകലാശാലകളുടെ കാര്യത്തിൽ ആശങ്ക ഉയർന്നതോടെ അതത് വകുപ്പ് സെക്രട്ടറിമാരെ കൂടി കൗൺസിലിൽ ഉൾപ്പെടുത്തി. ഇതുവഴിയാണ് CPI മന്ത്രിമാരുടെ എതിർപ്പ് മറികടന്നത്. എക്സിക്യൂട്ടീവ് കൗൺസിലിലും അക്കാഡമിക് കൗൺസിലിലും സർക്കാർ നോമിനികളുടെ സാന്നിധ്യമുണ്ടാകും. പരാതി പരിഹാര സെല്ലുകൾ പോലുള്ള സംവിധാനം ഒരുക്കുമെന്നും ബില്ലിൽ പറയുന്നു. CPI മന്ത്രിമാരെ തൽക്കാലം സമവായത്തിലെത്തിച്ചെങ്കിലും AISF അടുക്കുന്ന ലക്ഷണമില്ല. ഇടതുമുന്നണിയുടെ പ്രഖ്യാപിത നയങ്ങളെ അട്ടിമറിക്കുന്നതാണ് ബിൽ എന്നവർ ആരോപിക്കുന്നു. തെരുവിൽ സമരം ചെയ്ത് തീരുമാനത്തെ ചെറുക്കുമെന്നാണ് സംഘടനയുടെ പ്രഖ്യാപനം. മീഡിയ 1 തിരുവനന്തപുരം.